ഇന്ന് നമുക്ക് യേശുവിൻ്റെ ജനനവാർത്ത ആദ്യം അറിഞ്ഞ ഇടയന്മാരിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. ബെത്ലഹേമിലെ വയലുകളിൽ ആടുകളെ കാത്തു സൂക്ഷിച്ച അവർ നിശബ്ദരും ശ്രദ്ധിക്കപ്പെടാത്തവരുമായി സമൂഹത്തിൽ ഏറ്റവും ലളിതമായി ജീവിച്ചു. എന്നിരുന്നാലും ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രഖ്യാപനം സ്വീകരിക്കാൻ ദൈവം അവരെയാണ് ആദ്യം തിരഞ്ഞെടുത്തത്. ഒരു ദൂതന്റെ സന്ദേശം ലഭിച്ച അവർ അതിനെ ചോദ്യം ചെയ്യുകയോ സംശയിക്കുകയോ ചെയ്തില്ല. നവജാത രക്ഷകനെ കാണാൻ അവർ ആവേശത്തോടെ ഓടി. അവരുടെ സന്തോഷം ലാളിത്യത്തിൽ നിന്നും വിശ്വസിക്കാനുള്ള സന്നദ്ധയിൽ നിന്നുമാണ് ഉണ്ടായത്. പുൽത്തട്ടിയിൽ കിടക്കുന്ന യേശുവിനെ കണ്ടപ്പോൾ അവരുടെ ഹൃദയങ്ങൾ അത്ഭുതത്താൽ നിറഞ്ഞു. ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് അവർ തങ്ങളുടെ വയലുകളിലേക്ക് മടങ്ങി. അങ്ങനെ അവർ ക്രിസ്മസ് സന്ദേശത്തിന്റെ സുവിശേഷകരായി മാറി. ഇടയന്മാരുടെ ജീവിതം നമ്മെ ഒരു പ്രധാന പാഠം പഠിപ്പിക്കുന്നു. താഴ്മ നമ്മുടെ ഹൃദയങ്ങളിൽ യേശുവിനെ സ്വാഗതം ചെയ്യാൻ ഒരുക്കുന്നു. നമ്മൾ ലളിതരും നന്ദിയുള്ളവരും ദൈവത്തോട് തുറന്ന മനസ്സുള്ളവരുമാകുമ്പോൾ ആ വിശുദ്ധ രാത്രിയിൽ അവർ അനുഭവിച്ച സന്തോഷം നമുക്കും അനുഭവിക്കാൻ കഴിയും. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അതേ എളിയ സന്തോഷം നമുക്ക് വഹിക്കാം.